Hi, a small rigid spherical ball of mass m is dropped in a long vertical tube containing glycerin. The velocity of the ball becomes constant after some time. If the density of the glycerin is half of the density of the ball, then viscous force acting on the ball will be dash. യെസ് എവിടുന്ന ക്വസ്റ്റ്യൻ ഫ്ലൂയിഡ്സ് എന്നാണല്ലേ. ഫ്ലൂയിഡ്സിൽ ടെർമിനൽ വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ടെർമിനൽ വെലോസിറ്റി നമുക്കറിയാം, ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ നമ്മളൊരു ബോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുണ്ടാവും. ദ വാരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോൾ എന്താ? ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വെയിറ്റ് താഴോട്ട്. ദെൻ മുകളിലേക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്ന് സ്റ്റോക്സ് ലോ പ്രകാരമുള്ള നമ്മുടെ വിസ്കസ് ഫോഴ്സ്, ദെൻ ബോയൻറ്റ് ഫോഴ്സും മുകളിലേക്കുണ്ട്. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ വിസ്കസ് ഫോഴ്സ്. അതിലുള്ള വിസ്കസ് ഫോഴ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, മാത്രമല്ല ക്വസ്റ്റ്യനിൽ ചില ഇൻഫോർമേഷൻ ഉണ്ട്. ഒന്നെന്താണ്? ഗ്ലിസറിൻ്റെ ഡെൻസിറ്റി ഹാഫ് ഓഫ് ദ ഗ്ലിസറിൻ്റെ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുള്ളത് ഹാഫ് ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോളാണ്. ബോളിൻ്റെ മാസ് എം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. കാരണം ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഫാൾ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കൂടി വരും, എന്നിട്ടൊരു മാക്സിമം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. അതിനാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോൾ എത്രയാണ്? 0. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്. അത് എഴുതി കഴിഞ്ഞാൽ ഒറ്റടി ക്യാൻസർ ആയി. അപ്പോൾ when the ball attains terminal velocity, you can say താഴേക്കുള്ള, അതായത് നമുക്ക് ഇങ്ങനെ പറയാം, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. എഫ് ഗ്രാവിറ്റേഷൻ ഇസ് ഈക്വൽ ടു എഫ് വി പ്ലസ് എഫ് ബി ആണ്. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ എം ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നോക്കൂ, നമുക്ക് അപ്ത്രസ്റ്റ് ഇവിടെ എത്ര ഉണ്ടാവുക? വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആണ്. വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്. വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വോളിയം ഓഫ് ദ ബോൾ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ. ആ ഡെൻസിറ്റി ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു, അത് ആരുടെ ഡെൻസിറ്റിയുടെ പകുതിയാണ്? ബോളിൻ്റെ ഡെൻസിറ്റിയുടെ ഹാഫാണ്. ഹാഫ് ഇൻറ്റു ജി പ്ലസ് എഫ് എഫ് ബോയിൻ്റ് ആണ് നമ്മൾ എഴുതിയത്, പ്ലസ് എഫ് വി പ്ലസ് എഫ് വി വിസ്കസ് ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ പറയാം. ഈ എം എന്താണ്? ഈ എം എന്ന് പറഞ്ഞത് വോളിയം ഓഫ് ദ ബോൾ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോൾ. ആ ഡെൻസിറ്റി ഓഫ് ദ ബോൾ ആണ് നമ്മൾ റോ ആയിട്ട് എടുത്തത്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നു, ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വോളിയം ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആണ്. വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ഇൻറ്റു ജി ആണ്. മാസ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോൾ. കാരണം ബോൾ നിന്ന സ്ഥലത്തുള്ള, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുള്ള ഫ്ലൂയിഡാണ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ബോൾ ബൈ 2 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ്. ദെർഫോർ വാട്ട് യു ക്യാൻ റൈറ്റ്, ദിസ് ഈസ് നത്തിങ് ബട്ട് എം ബൈ 2 ഇൻറ്റു ജി പ്ലസ് എഫ് വി. കാരണം വി ഇൻറ്റു റോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ജി. ഓക്കെ, ദെർഫോർ എഫ് വി ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം ജി ബൈ 2. എന്താണത്? എം ജി ബൈ 2. എം ജി ഡിവൈഡഡ് ബൈ 2 ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ?